പെരിങ്ങോം മുതൽ ചെറുപുഴ വരെ ഒരേ മലയോര മേഖലയിലെ ചായയുടെ വിലയിൽ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? പെരിങ്ങോം, പാടിയോട്ടിച്ചാൽ, കാക്കയംചാൽ, ചെറുപുഴ എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടി NTC ന്യൂസ് കേരള നടത്തിയ പ്രത്യേക റിപ്പോർട്ട്. ചായ നമ്മളിപ്പോൾ ഉള്ളത് പാടിയോട്ടിയാലിലെ ഒരു തട്ടുകടയിലാണ്. ഇവിടെ ഇപ്പോൾ ചായക്ക് എത്ര വിലയാണ് നമുക്ക് ചേട്ടനോട് ചോദിക്കാം. എത്രയാണ് ഇവിടുത്തെ ചായയുടെ വില? ഇവിടെ 10 ഉണ്ടായിരുന്ന ഇപ്പം ഗ്യാസിന് വില കൂട്ടിയ പിന്നെ 12 ആക്കി. 12 ഇപ്പോൾ ഒരു ചായക്കും കടിക്കും എല്ലാം 12. ഇതാണ് പാടിയോട്ടിയാലിലെ ചായ. 2 ചായ കുടിച്ചതിൻ്റെ വിലയാണിത്, 24 രൂപ. പാടിച്ചാലിൽ നിന്നും 3 കിലോമീറ്റർ ഇപ്പുറയുള്ള കാക്കഞ്ചാൽ എന്ന ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ ചായ കുടിച്ചത്. ഇവിടെ ഒരു ചായയ്ക്ക് 14 രൂപയാണ് ആകുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ചെറുപുഴ പോയി ഒരു ചായ കുടിച്ച് നോക്കാം. ചേട്ടാ, ചായക്ക് എത്ര ചേട്ടാ? 15. ചേട്ടാ, ഇവിടെ ചായക്ക് 14 രൂപയായിട്ട് കുറച്ചല്ലായിരുന്നോ? ഇല്ലേ? ഇപ്പോൾ 15 ആക്കിയല്ലേ? അതെന്താ അപ്പറൊക്കെ പഠിച്ചാലൊക്കെ 12 രൂപ ഉള്ളല്ലോ. അല്ല, അതെ, ഇവിടെ മാത്രമേ ഉണ്ടല്ലേ. ഞങ്ങളിപ്പോൾ അവസാനമായി ചായ കുടിച്ചത് ചെറുപുഴ ഹോട്ടലിൽ നിന്നാണ്. പെരിങ്ങോം മുതൽ പാടിച്ചാൽ വരെ ചായക്കും കടിക്കും 12 രൂപയാണെങ്കിൽ കാക്കഞ്ചാലും ചെറുപുഴയും വ്യത്യസ്ത വിലയാണ്. കാക്കഞ്ചാലിൽ 14ഉം ചെറുപുഴ എത്തിയപ്പോൾ അത് 15 രൂപയായി വർദ്ധിച്ചു. അസംസ്കൃത വസ്തുക്കളുടെയും ഗ്യാസിൻ്റെ വില വർധനമാണ് ഹോട്ടൽ ഉടമകൾ ചായക്കും കടിക്കും വില വർദ്ധിപ്പിച്ചത്. ഇത് സാധാരണയായ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് ഇടപെട്ട് ചായക്കും കടിക്കും 14 രൂപയായി കുറച്ചെങ്കിലും ചെറുപുഴയിലെ പല ഹോട്ടലുകളിൽ ചായക്കും കടിക്കും 15 രൂപയായി തന്നെയാണ് തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ സാധാരണ ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ചെറുപുഴ പല ഹോട്ടലുകളും പല വിലയാണ് ചായക്കും കടിക്കും. അപ്പോൾ ചേട്ടന് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോൾ ചെറുപുഴയിൽ മാത്രമല്ല ഞാൻ പോകുന്ന മണക്കടവിലാണ് ഇപ്പോൾ ഹോട്ടലിൽ ചായക്ക് 15, കടിക്ക് 15. ഇവിടെ ചെറുപുഴയിൽ 13 ഉണ്ട്, 15 ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില 15, നേരത്തെ 12 സാധനം 15 ആക്കി. അതൊരു അവർ തോന്നുന്ന പോലെ വിലയാണ് ഇവർ കൊടുക്കുന്നത്. പൊറോട്ടയ്ക്ക് 15 രൂപ, ചിലയിടത്ത് 12 രൂപ, ചിലയിടത്ത് 15 രൂപ. അവരെന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ അവരെ തോന്നുന്ന പോലെ വില. അതിനെ പ്രതികരിക്കാൻ വേണ്ടി ആരുമില്ല. എല്ലാവരും ഒരേ റേറ്റ് തന്നെയല്ലേ എടുക്കേണ്ടത്. പല വില എടുക്കുമ്പോൾ അത് ജനങ്ങളെ കഷ്ടപ്പെടുത്തുക തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം പഞ്ചായത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി പറയണം. എല്ലാവർക്കും ഒരേ വില തന്നെ എടുക്കണം എന്നതിൻ്റെ നിയമം പഞ്ചായത്ത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറയണം. വിലയ്ക്കൊരു ഏകീകരണമുള്ളത് നല്ലത് തന്നെ. പക്ഷേ കച്ചവടക്കാർ അവർക്കും പ്രതിസന്ധി ഉണ്ട്. ഗ്യാസിൻ്റെ വില കൂടുതൽ, സാധനങ്ങളുടെ വില, ഇതൊക്കെ അവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും അമിതമായിട്ട് വിലയെടുക്കുന്നതിനോട് യോജിപ്പില്ല. ഇതാണ് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം. ചെറുപുഴയിലെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ പയ്യന്നൂർ ടൗണിൽ പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായക്കും കടിക്കും 13 രൂപയും 14 രൂപയും 12 രൂപയൊക്കെ വിലയുള്ളൂ. ഈ മലയോര പ്രദേശമായ ഈ ചെറുപുഴയിൽ 15 രൂപയാണ് ഒരു കടിക്കും 15 രൂപ ചായക്കുമാണ് വാങ്ങുന്നത്. ഇത് ഈ ചെറുപുഴ ടൗണിനെ സംബന്ധിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർ മാത്രം വന്നു പോകുന്ന ഒരു ടൗണാണ് ഇത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ പോലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു പോകുന്ന ടൗണല്ല. ഈ മലയോര പ്രദേശ ആളുകൾ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ ലോഡിങ്ങുകാർ, ജീവനക്കാർ, അത്യാവശ്യം വന്നു പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് ഈ ടൗൺ നിലനിന്ന് പോകുന്നത്. ഇവിടെ ഭീമമായ ഈ തുക മേടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ ഭൂരിഭാഗം പേരും ഭക്ഷണം കഴിക്കാൻ തന്നെ മടിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞു പോകുന്ന ആൾക്കാർ ഇത്രയും ഭീമമായ ഒരു പൈസ ഒരു ചോറിനാണെങ്കിലും 80 രൂപ, 90 രൂപ, 100 രൂപ വരെയാണ് ഇവിടെ വാങ്ങുന്നത്. കുറച്ചും കൂടെ നമുക്ക് കടന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണിക്ക് 180 രൂപ വരെയാണ് പല ഹോട്ടലിലും വാങ്ങുന്നത്. അത് 200 വരെയുള്ള ഹോട്ടലുകളും ഉണ്ട്. ഒരു രാവിലെ നമ്മളെപ്പോലെ ഓരോ ആൾക്കാർക്ക് ഒരു 100 രൂപയുടെ തൊഴിലെടുത്തിട്ട് ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ 100 രൂപ ഒരു ഹോട്ടൽ കൊടുക്കേണ്ട അവസ്ഥ ഇപ്പം വരുന്നത്. 2 പൊറോട്ടയും ഒരു ചായയും ഒരു കറിയും വാങ്ങിക്കഴിഞ്ഞാൽ 80 രൂപ, 90 രൂപയാണ്. ഈ സാഹചര്യം എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നാനാവിധ സാധനങ്ങൾക്കും വില വർധനമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരൻ്റെ ഹോട്ടലിലോട്ട് പോയി ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് താങ്ങാനാവാത്ത അവസ്ഥയാണ്. 3 നേരം ഭക്ഷണം ചെറുപുഴ കഴിക്കുന്ന ഒരു സാധാ തൊഴിലാളിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 10, 400, 350 രൂപ ഹോട്ടലിൽ ചിലവാക്കുകയാണ്. ഒരു 800, 1000 രൂപ കൂലി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വില കുറവ് വരണമെന്നേ പറയാനുള്ളൂ. നമുക്ക് ഹോട്ടലുകാരോട് അപേക്ഷിക്കാനല്ലാണ്ട് വേറൊന്നും പറ്റില്ല. കാരണം നാട് മുഴുവൻ എല്ലാത്തിനും വില വർധനമുണ്ട്. അവരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒരു വില കുറച്ച്
ഞങ്ങളുടെ ഒരു ദിവസത്തെ ആ ചെലവ് ചുരുക്കി തരണമെന്ന് അപേക്ഷിക്കാൻ അത്രേ പറ്റുള്ളൂ. ചെറുപുഴയിലെ ഈ വില വർധനവ് സാധാരണ ജനങ്ങളെ വളരെയധികം വലയ്ക്കുകയാണ്. ഇതിന് പഞ്ചായത്തും ഹോട്ടൽ ഉടമകളും വേഗം തന്നെ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷിൻഡുവും അർച്ചനയും ന്യൂസ് ടൈം കേരള. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും, ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.